തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിയുടെ ഉള്ളിൽ കുടുങ്ങിയ ഗൈഡ് വയർ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ട്. ഡയറക്ടർക്ക് ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ലെന്നും പരാതി ലഭിച്ചാൽ അതുകൂടി ഉൾപ്പെടുത്തി കൂടുതൽ പരിശോധന നടത്തുമെന്നും വ്യക്തമാക്കി ആരോഗ്യവകുപ്പ് ഡയറക്ടർ. സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് കുമാറിനെതിരെയാണ് വകുപ്പ് തല അന്വേഷണം. PR പ്രവീണയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. പ്രവീണ, പറയാം. 2023 തൈറോയ്ഡ് ശസ്ത്രക്രിയ യുവതിക്ക് നടത്തിയത്. അന്നാണ് ഈ ഗൈഡ് വയർ ഈ യുവതിയുടെ ഉള്ളിൽ കുടുങ്ങിയത്. എന്നാൽ അതിനുശേഷം 30-ാം തീയതിയോടുകൂടി ആ കുട്ടി ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണിച്ചിരുന്നില്ല. പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ കുട്ടി ജനറൽ ആശുപത്രിയിൽ എത്തുകയും കൂടുതൽ പരിശോധനയ്ക്കായി RCCയിലും ശ്രീചിത്രയിലും അടക്കം വിട്ട ചില രോഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് നെഞ്ചിലെ ഈ ഗൈഡ് വയർ കണ്ടെത്തിയത്. അത് പക്ഷേ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് ശ്രീചിത്രയിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതായത് ഈ പ്രശ്നത്തെ നിസാരവൽക്കരിച്ച് തള്ളുകയാണ് ആരോഗ്യവകുപ്പ് ചെയ്യുന്നതെന്ന് വേണം പറയാൻ. ഈ സർജറി വിഭാഗത്തിലെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റായ രാജീവ് കുമാറിനെതിരെയാണ് പരാതി നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇദ്ദേഹത്തിന് ഒരു കൈപ്പിഴ സംഭവിച്ചിരുന്നു. അതിന്മേലും പരാതി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ യുവതിയുടെ ബന്ധുക്കൾക്കോ യുവതിക്കോ പരാതി ഉണ്ടെങ്കിൽ അത് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നൽകിയാൽ അത്തരത്തിലുള്ള അന്വേഷണം കൂടി ആരംഭിക്കാമെന്നുള്ളതാണ്. കാരണം ഇതിനോടകം തന്നെ പരാതി കിട്ടാതെ സൂപ്രണ്ടിന്റെ നിർദ്ദേശാനുസരണം സൂപ്രണ്ട് അറിയിച്ചതനുസരിച്ച് ഒരു വിദഗ്ധ സമിതി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. എന്നാൽ അതിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള റിപ്പോർട്ടിലേക്കാണ് എത്തിയത്. അപ്പോൾ അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി പരാതി കിട്ടിയാൽ മാത്രം തുടരന്വേഷണം എന്നുള്ള നിലയിലേക്കാണ് ആരോഗ്യവകുപ്പ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ചികിത്സാ പിഴവിനെ കൂടി നിസാരവൽക്കരിക്കുകയാണ് ഇവിടെ ആരോഗ്യവകുപ്പ് ചെയ്യുന്നതെന്ന് നിസ്സംശയം പറയാം. ശരി, താങ്ക് യു. PR പ്രവീണയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്.